നമസ്കാരം. കേരളത്തിലെ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിനെ മുൻനിർത്തി കോൺഗ്രസിനകത്ത് സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ചുള്ള വിവാദം വീണ്ടും ശക്തമായി ഉയർന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് കണ്ണൂർ മണ്ഡലവുമായി ബന്ധപ്പെട്ട് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ മുന്നോട്ട് വെച്ച നിലപാടാണ് ഇപ്പോൾ പാർട്ടിക്കകത്ത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. കോൺഗ്രസിന്റെ പ്രാഥമിക നിലപാടനുസരിച്ച് നിലവിലെ എംപിമാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതില്ല എന്ന അഭിപ്രായമാണ് സംസ്ഥാന നേതൃത്വത്തിൽ നിലനിൽക്കുന്നത്. എന്നാൽ കെ സുധാകരൻ അടക്കമുള്ള ചില എംപിമാർ ഈ തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചതോടെയാണ് വിവാദം ശക്തമായത്. സുധാകരൻ കണ്ണൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുമെന്ന് തുറന്നു പറഞ്ഞതോടെ പാർട്ടിക്കകത്ത് സമ്മർദ്ദവും പ്രതിഷേധവും ഉയർന്നു കഴിഞ്ഞു. അതേസമയം സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് നേതൃത്വത്തോട് ഇടഞ്ഞ് നാട്ടിലേക്ക് തിരിച്ച കെ സുധാകരന്റെ വീട്ടിലേക്ക് ഒഴുകിയെത്തിയിരിക്കുകയാണ് അനുയായികൾ. സുധാകരന്റെ പക്ഷത്തുള്ള അനുയായികളോട് വീട്ടിലേക്ക് എത്താൻ ആഹ്വാനം ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് പാർട്ടി പ്രവർത്തകർ എത്തിത്തുടങ്ങിയതെന്നാണ് അഭ്യൂഹം. ദില്ലിയിലെ യോഗത്തിൽ പങ്കെടുക്കാതെ നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു കെ സുധാകരൻ. എംപി സ്ഥാനമൊഴിഞ്ഞ് നിയമസഭയിലേക്ക് മത്സരിക്കണമെന്നാണ് സുധാകരന്റെ ആവശ്യം. എന്നാൽ ഒരാൾക്ക് അനുമതി നൽകിയാൽ മറ്റ് 5 എംപിമാരും ഇതേ ആവശ്യം ഉന്നയിച്ച് രംഗത്തുണ്ട് എന്നതാണ് നേതൃത്വം നേരിടുന്ന പ്രധാന വെല്ലുവിളി. അതേസമയം സുധാകരന്റെ നീക്കത്തിൽ ഞെട്ടലിലാണ് കോൺഗ്രസ്. മുതിർന്ന നേതാവിന്റെ നീക്കത്തിൽ കടുത്ത അതൃപ്തിയിലാണ് AIC നേതൃത്വവും. സുധാകരൻ പാർട്ടി തീരുമാനത്തിന് വഴങ്ങാത്തതിൽ അതൃപ്തിയിലാണ് നേതൃത്വം. അസമിലെയും കേരളത്തിലെയും സാഹചര്യം താരതമ്യം ചെയ്യരുതെന്നും നേതൃത്വം പറയുന്നുണ്ട്. ഗൗരവ് ഗൊഗോയ് എംപിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അനുമതി നൽകിയിരുന്നു. അക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് സുധാകരന്റെ ആവശ്യമെന്നതാണ് സൂചന. അതിനിടയ്ക്ക് സുധാകരനെ സ്ഥാനാർത്ഥിയായി ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചാൽ ഇരുകൈയും നീട്ടി സ്വീകരിക്കുമെന്നാണ് കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം. കെ സുധാകരൻ കണ്ണൂരിന്റെ ഹൃദയരക്തം തന്നെയാണ്. ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് പ്രതികരിക്കാനില്ല എന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു. കെ സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചിട്ടില്ല എന്നും സുധാകരൻ കരുത്തനായ നേതാവ് തന്നെയാണെന്നാണ് സണ്ണി ജോസഫിന്റെയും പ്രതികരണം. സുധാകരന്റെ വീട്ടിൽ എപ്പോഴും ആൾക്കൂട്ടം ഉണ്ടാകുമെന്ന് പറഞ്ഞ് സണ്ണി ജോസഫ് ഈ വിവാദങ്ങളിൽ നിന്നൊക്കെ ബുദ്ധിപൂർവ്വം ഒഴിയുകയും ചെയ്തു. അതിനിടെ ഫേസ്ബുക്കിൽ വൈകാരിക കുറിപ്പുമായി സുധാകരൻ രംഗത്തെത്തി. കണ്ണൂർ എന്നത് തന്റെ ഹൃദയ രക്തമാണെന്നും കണ്ണൂരിലെ കോൺഗ്രസ് എന്നും തന്റെ മേൽവിലാസമാണെന്നും സുധാകരൻ പോസ്റ്റിൽ പറയുന്നു. കല്ലിൽ നിന്നും കത്തിയിൽ നിന്നും അരിവാളിൽ നിന്നും ബോംബിൽ നിന്നും തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ സംരക്ഷിക്കുന്നത് പോലെ താൻ മുന്നിൽ നിന്ന് പൊരുതി സംരക്ഷിച്ച തന്റെ സഹോദരരെ കമ്മ്യൂണിസ്റ്റ് കാപ്പാലികൾ ഉപദ്രവിക്കുന്നത് കണ്ടു നിൽക്കാൻ തനിക്ക് ഒരിക്കലും സാധിക്കില്ല എന്ന് അദ്ദേഹം പോസ്റ്റിൽ പറയുന്നുണ്ട്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏറെ വിവാദങ്ങൾ നിലനിൽക്കുമ്പോൾ അത്തരം വിഷയങ്ങളൊന്നും സ്പർശിക്കാതെ അതിവൈകാരികമായാണ് അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. അതേസമയം കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ഈ വിഷയത്തിൽ കടുത്ത നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നത് പാർട്ടി അച്ചടക്ക ലംഘനമാണെന്നും അന്തിമ തീരുമാനം ഹൈക്കമാൻഡും തിരഞ്ഞെടുപ്പ് സമിതിയും ചേർന്നാണ് എടുക്കേണ്ടതെന്നും നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എംപിമാർ മത്സരിക്കുന്നതിനെതിരെ ചില മുതിർന്ന നേതാക്കൾ പോലും കടുത്ത പ്രതികരണം രേഖപ്പെടുത്തിയതോടെ പാർട്ടിക്കകത്തെ അഭിപ്രായ ഭിന്നതകൾ കൂടുതൽ വ്യക്തമാവുകയാണ്. സുധാകരനെ പിന്തുണച്ച് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന് മുന്നറിയിപ്പ് നൽകിയതോടെ പാർട്ടി നേതൃത്വം അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഇത് കോൺഗ്രസിന്റെ ആഭ്യന്തര ഐക്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്ന പുതിയ സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. രാഷ്ട്രീയപരമായി നോക്കുമ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിലെ ഇത്തരം അഭിപ്രായ ഭിന്നതകൾ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിയുടെ ഏകോപനത്തെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതേസമയം ശക്തമായ നേതാക്കളെ മത്സരിപ്പിക്കണമെന്ന പ്രവർത്തകരുടെ ആവശ്യം പാർട്ടിയുടെ അടിത്തട്ടിൽ നിന്നുള്ള ന്യായമായ ആവശ്യവും വിജയസാധ്യത മുൻനിർത്തി അനിവാര്യമാണ്. അതിനാൽ കോൺഗ്രസിന്റെ മുന്നിലുള്ള പ്രധാന വെല്ലുവിളി സംഘടനാ ഐക്യം നിലനിർത്തിക്കൊണ്ട് വിജയസാധ്യത ഉറപ്പാക്കുന്ന രീതിയിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയാണ്. കെ സുധാകരൻ വിഷയത്തിൽ ഹൈക്കമാൻഡ് എടുക്കുന്ന അന്തിമ തീരുമാനം കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ അടുത്ത ഘട്ടത്തെ നിർണ്ണയിക്കുന്നതിൽ നിർണായകമായിരിക്കുമെന്നതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ നിരീക്ഷണം.